62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലാകിരീടം കണ്ണൂരിന് സ്വന്തം. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ നിലവിലെ ചാമ്പ്യന്മാരായ കോഴിക്കോടിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കണ്ണൂരിന്റെ കിരീട നേട്ടം. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ ഭരത് മമ്മൂട്ടി സമ്മാന വിതരണം നടത്തിയതായാലും കലോത്സവത്തിന്റെ കലാപൂരത്തിന്റെ ഇന്നത്തെ സമഗ്ര വിവരങ്ങൾ നിഖിൽ മലപ്പട്ടം കലോത്സവ വേദിയിൽ നിന്ന് നൽകും. നിഖിൽ, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തിരശ്ശീല വീണു. 952 പോയിന്റുകളുമായി സ്വർണ്ണ കിരീടം നേടി കണ്ണൂർ കൊല്ലത്ത് നിന്ന് മടങ്ങുകയാണ്. തൊട്ടു പിന്നിലുണ്ട് കോഴിക്കോടും. കണ്ണൂരിനിത് കോഴിക്കോടിന് മേൽ നേടുന്ന മധുര പ്രതികാരത്തിന്റെ വിജയം കൂടിയാണ്. ഏതായാലും സംഘാടന മികവ് കൊണ്ടും ഒപ്പം ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാവുന്ന കലാപൂരത്തിനാണ് കൊല്ലത്ത് സമാപനമാകുന്നത്. സംഘാടന മികവിൽ ഒരു പരാതിയുമില്ലാതെ എല്ലാ വേദികളിലും മത്സരങ്ങൾ നടത്താനായെന്നത് കൊല്ലത്തിന് അഭിമാനിക്കാവുന്ന കാര്യം തന്നെ. 24 വേദികളിലായി 5 ദിവസങ്ങളിലാണ് കലോത്സവത്തിന്റെ മത്സര ഇനങ്ങൾ നടന്നത്. എല്ലാ വേദികളിലും കൃത്യസമയത്ത് മത്സരങ്ങൾ ആരംഭിക്കാനായതും പരാതികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായതും സംഘാടകർക്ക് അഭിമാനിക്കാവുന്ന കാര്യം. കലോത്സവത്തിന്റെ സമാപന വേദിയിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി സമ്മാനദാനം നിർവഹിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് തോൽക്കുന്നതോ വിജയിക്കുന്നതോ അല്ല പ്രധാനമെന്ന് മമ്മൂട്ടി കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഒപ്പം കലോത്സവ മാനുവൽ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തി അടുത്ത വർഷം കൂടുതൽ മികച്ച രീതിയിൽ കലോത്സവം നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയും ഉറപ്പു നൽകി. ഏതായാലും കൊല്ലത്ത് നിന്ന് കലോത്സവം വിടവാങ്ങുമ്പോൾ മറ്റൊരു ചരിത്രത്തിനു കൂടിയാണ് സാക്ഷിയാവുന്നത്. നിഖിൽ മലപ്പട്ടം, ടീം കൈരളി ന്യൂസ്.